ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ. പത്രോസ് അവനോട് യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. മതി, ഞങ്ങൾക്ക് എന്തു കിട്ടും എന്ന് ചോദിച്ചു. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് എന്തു കിട്ടും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നു. ആര് ഇന്ന് രാത്രികാലം യേശുവിനെ കൈക്കൊള്ളുന്നുവോ, ആര് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവങ്ങളിലേക്ക് വന്ന ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ കഴിവ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നാം പാപികളും ദോഷികളും ആയിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ ദൈവമക്കളായി നിത്യതയുടെ അവകാശികളാക്കി തീർക്കുവാനായിട്ടാണ്. നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു രോഗസൗഖ്യം കൊണ്ട് തൃപ്തിപ്പെടാനായിട്ടാണോ? ചില ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായിട്ടാണോ നമ്മുടെ പ്രതീക്ഷ? ദൈവമക്കൾക്ക് ദൈവം ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. പൗലോസ് അത് കണ്ടുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇവിടെ അമേരിക്കയുടേതോ UK-യുടേതോ ഓസ്ട്രേലിയയുടേതോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പൗരത്വത്തിന് വേണ്ടി മനുഷ്യർ പാടുപെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എവിടെ പോയാലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഉന്നതമായ ആ രാജ്യങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യ നിമിത്തം എവിടെ ഏത് രാജ്യത്ത് പോയാലും ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും വേദനയും ശോധനയും ഉണ്ട്. ഇതില്ലാത്തൊരൊറ്റ രാജ്യമേ ഉള്ളൂ. ആ രാജ്യമാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ. അവിടെ കൊണ്ടുപോകുവാനായിട്ടാണ് നാം കർത്താവിനെ സ്വീകരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നഗരമുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം 9 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അബ്രഹാം തന്റെ മക്കളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നമുക്ക് വേണ്ടി ഒരു സ്വർഗത്തിൽ ഒരു നഗരമുണ്ട്. ആ നഗരം ഇരുമ്പും കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതിന്റെ തെരുവീതി പൊന്നുകൊണ്ട് അല്ലെങ്കിൽ തങ്കത്തെരുവീതിയാണ്. അതിന്റെ ഗോപുരങ്ങൾ, ഗേറ്റുകൾ 12 വിധമായ രത്നക്കല്ലുകളാൽ നിർമ്മിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് പിതാക്കന്മാർ മാതാക്കൾ ഈ ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിറങ്ങിയത്. നമ്മളിങ്ങനെ വായിക്കുന്നുവല്ലോ, മോശതാൻ വളർന്നപ്പോൾ ലോകത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ അല്ലെങ്കിൽ മിസ്രൈമിലെ രാജാവ് എന്നുള്ള പദവി സ്വീകരിക്കുവാൻ യോഗ്യനായ മോശ അത് വിട്ടിട്ട് ദൈവജനത്തോടു കൂടി കഷ്ടം സഹിക്കുവാൻ തിരഞ്ഞെടുക്കാൻ ഉള്ള കാര്യം, ഇവിടുത്തെ രാജ്യത്വം ഒരു 100 വർഷം കൊണ്ട് തീരും. എന്നാൽ കോടാനുകോടി യുഗങ്ങൾ അന്ത്യമില്ലാത്തൊരു വാഴ്ച ദൈവം സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നറിഞ്ഞ് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നേട്ടങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് പിതാക്കന്മാർ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. വലിയ പള്ളികൾ വിട്ടിട്ട്, പദവികൾ വിട്ടിട്ട്,
യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ സ്ഥലമൊരുക്കിയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിപ്പാൻ പിന്നെയും വന്ന് ചേർത്തുകൊള്ളുന്നൊരു ദൈവം. ഹല്ലേലൂയ. നമ്മളെ ചേർക്കുവാനായി നമ്മുടെ കർത്താവ് വേഗം വരും. ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. സ്വർഗീയ ആ പട്ടണത്തിലേക്ക് പോകുവാനിടയായിത്തീരും. ഇത് കണ്ടുകൊണ്ട് പൗലോസ് പറഞ്ഞു, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നമുക്കൊരു ഭവനവും അവിടെ ഉണ്ട്. ഇവിടെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണ് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി നോക്ക്. ദൈവം നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു ഭവനം. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ പട്ടണം സ്വർഗത്തിൽ. അവിടെ നമുക്കൊരു ഭവനമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എത്ര മനോഹരമായ ഭവനം പണിതാലും ഇതൊരു ദിവസം ഇടിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ ഇത് വിട്ടേച്ചു പോകേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നിലനിൽക്കുന്ന ഭവനമില്ല, നിലനിൽക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് ചാച്ച പറയേണ്ടവരാണ്. അത് നാം മറന്നു പോകരുത്. ഞാൻ പറയാറുണ്ട്, ചില സമയത്തൊക്കെ എങ്കിലും നമ്മളൊന്ന് ഈ പെട്ടി കിടക്കുന്ന ഭാവനയിൽ കാണുന്നത് നല്ലതാ. ശവപ്പെട്ടിക്കകത്തെ മൂക്കിനകത്ത് പഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കിടക്കുന്നതായിട്ടൊന്ന് ഭാവനയിൽ കാണണം. അങ്ങനെ ആകുമ്പോ കുറെ അഹങ്കാരമൊക്കെ ഒന്ന് പോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഭർത്താക്കന്മാരെ തീരെ സഹിക്കാൻ വയ്യാത്ത ഭാര്യമാരും ഒരു ദിവസം ഇങ്ങനെ കാണുന്നത് നല്ലതാ. ഭർത്താവ് ഇങ്ങനെ പെട്ടിക്കകത്ത് കിടക്കുന്നതായിട്ട്. അന്നേരം എന്റെ അച്ചായം പോയല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കുന്നതിനെക്കാട്ടിൽ പോയി കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ഇങ്ങനെ ഓർത്ത് പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിയെ കുറച്ചൊന്ന് സ്നേഹിക്കുന്നത് നല്ലതായിരിക്കും. പുള്ളി ഒരു 10 വർഷം കൂടെ ജീവിച്ചിരുന്നോളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നമ്മൾ ഈ ലോകത്തോട് ടാറ്റ പറയും, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നമ്മിൽ നിന്ന് വിട്ടുമാറുമെന്നുള്ളത് നാം ഓരോരുത്തരും ഓർത്തിരിക്കണം. എന്നും ഓർക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ചിലത് നേടുവാനായി നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ എവിടുത്തെ ഇതിന്റെ നേട്ടം എന്താണ്? ചിലരുടെ ചിന്താഗതി ജനിച്ചുപോയി ഇനി മരിക്കുന്നത് വരെ ജീവിക്കണം. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ജീവിതം വിലയേറിയതാണ്. അത് നഷ്ടമാക്കരുത്. അത് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വലിയ പ്രതിഫലങ്ങളെ തന്ന് നിത്യമായ യുഗങ്ങൾ സ്വർഗത്തിൽ വാഴുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ പണിതെടുക്കുന്നതാണ് ഈ ലോക ജീവിതം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കുവാൻ നാം ഓരോരുത്തൻ എവിടെ ചെല്ലും? ന്യായാസനത്തിങ്കൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മൾ പ്രാപിക്കാനായിട്ട് പോകുന്നത്. അതറിഞ്ഞ് നാം പ്രവർത്തിച്ചോണം. ദൈവം പോലും അറിയത്തില്ലെന്നും പറഞ്ഞ് ചിലത് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. എല്ലാം റെക്കോർഡ് സഹിതം അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞത്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കർത്താവ് ചോദിക്കും, മോനെ മോളെ നീ ഈ വാക്കുകൾ എന്തിനാ പറഞ്ഞത്? മറ്റുള്ളവർക്ക് ഭാര വെക്കുവാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയെ തടയുവാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവിടെ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസാര വാക്കിന് കണക്ക് ബോധിപ്പിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇതിന് കണക്ക് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരുത്തിന് ഒരു പാര വെച്ചാൽ നമുക്ക് 10 പാര പുറകിൽ നിന്ന് വരുമെന്നുള്ളത് ഓർത്തോണ്ട് വേണം പാര വെക്കുന്നവര് ശ്രദ്ധിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു.
ഓരോരുത്തന്റെ പ്രവർത്തിക്കനുസരിച്ച് പുസ്തകത്തിൽ എഴുതിയതിനനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടായി. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ പോകുന്ന നരകത്തിലേക്ക്, തീപ്പൊയ്യയിലേക്കാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തെ കണ്ടുമുട്ടുവാൻ, യേശുവിനെ കണ്ടുമുട്ടുവാൻ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടേ ഇവിടുന്ന് എല്ലാവരും കടന്നു പോകാവൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമുക്ക് നേട്ടമാണ്. ഈ ലോകത്തിൽ ചില നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അത് സാരമില്ല. അതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇവിടെ മനുഷ്യര് 100 രൂപയൊക്കെ കൊടുത്താ ഇന്ന് ലോട്ടറി വാങ്ങിക്കുന്നത്. എന്തിനാ? 1 കോടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇങ്ങനെ എത്രയോ ലക്ഷങ്ങൾ കളഞ്ഞ മനുഷ്യരുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പോടെ കിട്ടുന്ന ഈ ലോട്ടറി ഒന്ന് എടുത്തുകൂടെ? അത് ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഇത് നമ്മളെ പേരൊന്ന് എഴുതി കൊടുത്താൽ മതി, യേശുവിനെ കൈക്കൊണ്ടാൽ മതി. സൗജന്യമായ രക്ഷ. ഇത്ര ഈ വലിയ രക്ഷയെ അഗണ്യമാക്കാതെ ഹല്ലേലൂയ ഈ യേശുവിനെ കൈക്കൊള്ളുവാൻ ഇടയായി തീരട്ടെ. യേശുവിനെ കൈക്കൊണ്ട പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാനുള്ള പ്രത്യാശ, നമുക്ക് ലഭിക്കാനുള്ളതിനെ ഓർത്ത് അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്കിടയായി തീരട്ടെ. നമുക്കൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അതിന്റെ മനോഹാരിത ഒന്ന് കാണുവാൻ ഇടയായി തീരട്ടെ. ഒരിക്കൽ ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ദൈവദാസൻ, വലിയ ക്രൂസൈഡുകളൊക്കെ നടത്തുന്ന ഒരു ദൈവദാസൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. ദൂതൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനം കാണിക്കാം എന്ന് തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന വഴിയിൽ മനോഹരമായ ഒരു ഭവനം കണ്ടു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. ഈ ഭവനം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് നിന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന, നിന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആ വീട്ടുകാരിക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭവനമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇത്ര മനോഹരമായ ഭവനം എന്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിക്ക് ലഭിക്കുമെങ്കിൽ എനിക്കെന്തുമാത്രം വലിയ ഭവനമായിരിക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ പ്രത്യാശയോടുകൂടി മുന്നോട്ട് നടന്നപ്പോൾ അതിനെക്കാട്ടിൽ കുറഞ്ഞൊരു ഭവനമാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. അത് ഇതാണ് നിന്റെ ഭവനം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ കോപമുണ്ടായി എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനേകരെ രക്ഷയിലേക്ക് നടത്തിയിട്ടുള്ള, അനേക സ്ഥലങ്ങളിൽ ക്രൂസൈഡ് നടത്തിയിട്ടുള്ള എനിക്ക് ചെറിയ ഭവനവും എന്റെ വീട്ടിലെ വേലക്കാരിക്ക് ഇത്ര വലിയ ഭവനവും കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ദൂതൻ പറഞ്ഞു, നീ പ്രസംഗിക്കുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടത് അനേകരെ നിന്റെ ക്രൂസിലേക്ക് കടന്നു വരാൻ കാര്യം, നീ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ മുട്ടുമടക്കി ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച ആ സഹോദരിയുടെ കണ്ണുനീര് മൂലമാണ്, ആ പ്രാർത്ഥന മൂലമാണ് നിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രസംഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിയില്ല. നിന്റെ അയൽക്കാരന് വേണ്ടി, നിന്റെ ദേശക്കാരന് വേണ്ടി, നിന്റെ ചാർച്ചക്കാരന് വേണ്ടി നീ മുട്ടുമടക്കി പ്രാർത്ഥിയില്ല. സ്വർഗത്തിൽ ഒരു വലിയ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. നമുക്കവിടെ അവിടെ ഒരു നഗരമുണ്ട്, കൂടാതെ നമുക്ക് അവിടെ ഒരു ഭവനമുണ്ട്. തന്നെയുമല്ല, രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ നമ്മൾ ആരാണെന്നറിയാമോ? വെളിപ്പാട് 22-ാം 5-ാം വാക്യം വായിക്കാം. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നീ സ്വർഗത്തിൽ നീ വാഴാനായിട്ട് പോകാൻ, രാജാവായിട്ട് വാഴാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരായിരിക്കും. നമ്മുടെ പ്രാർത്ഥന, കർത്താവേ വല്ലവിധേനയും വാതിൽ കാവൽക്കാരനായിട്ടെങ്കിലും ഒന്ന് അങ്ങ് കേറിയാ മതി എന്നുള്ളതാ. ദൈവം രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് അകത്തോട്ട് കയറട്ടെ, നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നീ ഇവിടെ കൂലിവേല ചെയ്യുന്നെങ്കിലും, നീ എലിയസ് ഒരു വിശ്വാസിയാണെങ്കിലും, നീ രാജാവാണ്, നീ
ഭരിക്കാൻ പോകുകയാണ്. വിശുദ്ധന്മാർ ഭൂമിയെ വിധിക്കും. ഹല്ലേലൂയ. നാം ഭരണകർത്താക്കന്മാരായി തീരുകയാൻ പോകുകയാണ്. രാജാക്കന്മാർക്ക് ചില കിരീടങ്ങളോടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-8 വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നീതിയുടെ കിരീടമുണ്ട്. ഹല്ലേലൂയ. ആ കിരീടം പ്രാപിക്കണമെങ്കിൽ നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. ഇവിടുത്തെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. പിതാക്കന്മാർ ജീവൻ കൊടുത്തു നേടിയതാണ് ഈ മാർഗം. തങ്ങളുടെ ജീവനെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഹല്ലേലൂയ. ഇന്നും നോർത്ത് കൊറിയയിൽ ഒരു വേദപുസ്തകം കണ്ടാൽ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാം. സുവിശേഷം ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവനെ റോഡിലിട്ടിട്ട് ഈ റോഡ് ഉറപ്പിക്കുന്ന ട്രോളറ് കയറ്റി കൊല്ലുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാലും അവിടെ വിശ്വാസികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അവർ തങ്ങളുടെ ജീവനെ വെറുമയായി എണ്ണിക്കൊണ്ട് ഈ സുവിശേഷത്തെ സ്വീകരിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു? ചൈനയിൽ സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ല, പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പെന്തിക്കോസ്തുകാരുള്ളത് ചൈനയിലാണ്. ചർച്ച് ഗ്രോത്ത് ഇന്റർനാഷണലിന്റെ കണക്കും പ്രകാരം ഏറ്റവും കൂടുതൽ പെന്തിക്കോസ്തുകാരുള്ളത് ഇന്ന് ചൈനയിലാണ്. ഇത് കോടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടുത്തെ ചില നേട്ടത്തിന് വേണ്ടി നിന്റെ പ്രത്യാശയെ നീ കളയരുത്. ദൈവം ഒരുക്കിയിട്ടുള്ളതിനെ പ്രാപിക്കുവാൻ, ആ ജീവകിരീടം പ്രാപിക്കുവാൻ, ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ, രാജാക്കന്മാരായി തീരുവാൻ, ആ കെട്ടിടം അവകാശമാക്കുവാൻ, ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ കേരളത്തിൽ ഒരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു റബ്ബർ വെട്ടുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ വസ്തുവിന്റെ ഉടമ ജോലി ചെയ്തിരുന്നിടത്തുനിന്ന് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹം ഒരു കുടികിടപ്പുകാരനായിരുന്നു. ആ മുതലാളിയുടെ പുരയിടത്തിൽ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടിലെല്ലാം പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് കമ്മ്യൂണിസ്റ്റിന്റെ ആ നല്ല സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, നിങ്ങളൊരു ആപ്ലിക്കേഷൻ എഴുതിത്താ, ഞങ്ങൾ കുടികിടപ്പ് അവകാശം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണെ പ്രതി അദ്ദേഹം എഴുതിയ പാട്ടാണ്, വെള്ളത്തിൻ കുമിള പോലെ മിനി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങളെന്നെ എതിരേൽക്കുകയിൽ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങളെന്നെ എതിരേൽക്കുകയിൽ, സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാറി വിളിച്ച, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാറി വിളിച്ച, സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഇന്ന് രാത്രി ഈ തീരുമാനമെടുക്കുവാൻ കഴിയുമോ?
നമ്മുടെ പിതാക്കന്മാര് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതിനാൽ, രക്ഷിക്കപ്പെട്ടതിനാൽ, സ്നാനപ്പെട്ടതിനാൽ, പെന്തിക്കോസിൽ പോയതിനാൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. ഒരു സെന്റ് വസ്തു പോലും കൊടുക്കാതെ. അവര് വളരെ ത്യാഗങ്ങൾ, കഷ്ടങ്ങൾ സഹിച്ചു. കുമ്പനാട്ട് അന്നമാമ എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. താൻ സ്കൂൾ അധ്യാപികയായിരുന്നു. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കുണുക്കുകളെ, മാലകളെല്ലാം എറിഞ്ഞു കളഞ്ഞു. താൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. മർത്തോമാ സഭയിലായിരുന്നു അന്ന് പൊയ്ക്കൊണ്ടിരുന്ന. വീട്ടുകാർ പറഞ്ഞു, നീ മർത്തോമാക്കാരിയായിട്ട് നിൽക്കുവാണെങ്കിൽ ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറങ്ങിയപ്പോൾ പാടിയ പാട്ടാണ്, യാത്ര ചെയ്യും ഞാൻ നോക്കി, യുദ്ധം ചെയ്യും യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. നമ്മുടെ കേരളത്തിലെ പിതാക്കന്മാർ, മാതാക്കൾ ഈ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തതാണ്. അവർ ഈ ലോകത്തിൽ മാന്യമായത്, ശ്രേഷ്ഠമായത് വലിച്ചെറിയുവാനിടയായി തീർന്നു. ഹാലേലൂയ. കാരണം അവരൊരു നിത്യത കാണുവാനിടയായി തീർന്നു. ഹാലേലൂയ. ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊരു ദിവസം നാം വിട്ടുപോകണം. എന്നാൽ നിത്യമായ ഒന്ന്. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ് പറഞ്ഞു, നീ രണ്ട് കണ്ണുള്ളവനായി നിത്യതയിൽ കടക്കുന്നതിന്, നരകത്തിൽ പോകുന്നതിനേക്കാൾ നീ കണ്ണില്ലാത്തവനായി നിത്യതയിൽ പ്രവേശിക്കുന്നത് നല്ലത്. നീ രണ്ട് കൈയുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ കൈയില്ലാത്തവനായി നിത്യതയിൽ പ്രവേശിക്കുന്നത് നല്ലത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നതിനെ വെട്ടിക്കളയുക. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച ചൂടുന്നെടുത്ത് എറിഞ്ഞു കളയുക. നിനക്ക് പ്രധാനം ദൈവരാജ്യമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ നമുക്ക് പോകുവാൻ കഴിയത്തില്ലെങ്കിൽ നിത്യ നരകത്തിലേക്കാണ് പോകേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു ഒരു കാര്യം പറയുന്നുണ്ട്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിവസേന ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ വാതിക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി പടിവാതിക്കൽ കിടന്നു. ഒരു ദിവസം ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ലാസറും മരിച്ചു, അടക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പെന്തിക്കോസുകാരനായിരുന്നെങ്കിൽ സെൻട്രൽ പാസ്റ്റർ, നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാം വന്ന് കാണും അടക്കാൻ. അല്ല, ഒരു സാമുദായിക സഭയിലാണെങ്കിൽ മുത്തുക്കടകള്, തിരുമേനിമാര് എല്ലാവരും കൂടെ വന്ന് അടക്കി. നീ മണ്ണിലേക്ക് തിരിഞ്ഞ് കാഹളം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് വരാന്നൊക്കെ പറഞ്ഞ് ഇവര് 16 അടിയന്തരവും ആണ്ടോടാണ്ടുള്ള കുർബാനകളും ഒക്കെ നടത്തി. പക്ഷെ ആളെങ്ങോട്ടാ പോയെ?
ആള് പോയത് എങ്ങോട്ടാ? നരകത്തിലേക്കാണ്. ഇവിടെ ആണ്ടുതോറും കുർബാന നടത്തിയത് കൊണ്ട് ആരെയും മേളോട്ട് കയറ്റാൻ പറ്റത്തില്ലെന്ന് യേശു ഈ സംഭവത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നിന്റെ ആയുസ്സിൽ അവിടെ പോയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഏത് തിരുമേനി വന്നാലും എത്ര വലിയ കുർബാന നടത്തിയാലും ഒരിക്കൽ നരകത്തിൽ പോയാൽ പിന്നെ അവിടുന്ന് രക്ഷയില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷം കൈക്കൊള്ളണമെന്ന് പറയുന്നത്. നമുക്ക് ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ഇത് കൈക്കൊള്ളാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഇത് കൈക്കൊള്ളുക. പിന്നീട് ഒരു അവസരം ലഭിക്കുമെന്ന് പറയുവാൻ കഴിയത്തില്ല. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേഴുന്ന ധനവാൻ താൻ ഒരു റിക്വസ്റ്റ് കൂടെ ചെയ്യുകയാണ്. എനിക്ക് 5 സഹോദരന്മാരുണ്ടല്ലോ, അവരിങ്ങോട്ട് വരാതിരിക്കുവാൻ അവർ ഈ ലാസറിനെ അങ്ങോട്ട് അയച്ചൊന്ന് സുവിശേഷം പറയിക്കട്ടെ. ഇവിടെ ഉപദേശിമാരുണ്ട്, ഇതുപോലുള്ള കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് നീ കേട്ട് മാനസാന്തരപ്പെടുന്നെങ്കിൽ പെട്ടാ മതിയെന്ന് അബ്രഹാം പിതാവ് വിളിച്ചു പറഞ്ഞു. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ ഇനി മരിച്ചവൻ ഒരുത്തൻ പോയി പറഞ്ഞാലും കേൾക്കത്തില്ല. അഥവാ ഒരുത്തനെ വിട്ടാലോ അവര് പറയും, ഞങ്ങളുടെ അച്ചായനെ കുഴിച്ചിട്ടെടുത്ത് തന്നെ ഞങ്ങളെയും കുഴിച്ചിടണം. ഞങ്ങളുടെ പിതാക്കന്മാർ അവര് പണിത കല്ലറകൾ, അവര് പിൻപറ്റിയ പാരമ്പര്യം, അത് ഞങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല. പിതാക്കന്മാർ അവിടെ കിടന്ന് പറയുക, എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വരരുത്. ഇവിടെയുള്ള അച്ചായന്മാര് പറയുക, ഞങ്ങൾ അച്ചായനെ കുഴിച്ചിട്ടെടുത്ത് അച്ചായൻ പോയെടുത്ത് തന്നെ ഞങ്ങളുടെ അച്ചായന്മാര് നരകത്തിൽ കിടക്കും, ഞങ്ങൾ തന്നെ അങ്ങനെ സ്വർഗത്തിൽ പോയി കിടക്കുന്നതെന്ന് ഒരു കൂട്ടർ പറയും. ചില അമ്മച്ചിമാരുണ്ട്, എന്റെ ഭർത്താവിനെ കുഴിച്ചിട്ട് ആ കല്ലറയുടെ അടുത്ത് തന്നെ കിടക്കണം. ജീവനോടുള്ളപ്പോൾ കൂടെ കിടക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ചത്തു കഴിഞ്ഞാല് കൂടെ കിടക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സുവിശേഷം കൈക്കൊള്ളുവാൻ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. നിങ്ങൾ ചിലരെങ്കിലും നിത്യനരകത്തിൽ പോകാതെ ഈ സ്വർഗത്തിന്റെ അവകാശികളായി തീരണമെന്നുള്ളത് കൊണ്ടാണ് ഈ ശബ്ദം വിളിച്ചറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു നഷ്ടക്കച്ചവടമല്ല, ഇത് സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. ഇത് കൈവിടരുത്, ഇത് കൈക്കൊള്ളുവാൻ നമുക്കിടയായി തീരട്ടെ. പാപത്തോട് എതിർക്കുവാൻ എന്ത് ചെയ്യണം? പ്രാണത്യാഗത്തോളം പോരാടണം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. അതിനോട് പോരാടണം, വ്യക്തികളോടല്ല പോരാടേണ്ടത്. അങ്ങനെ പോരാടി വിശ്വാസം കാക്കുവാനിടയായി തീരട്ടെ. ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അങ്ങനെ പോയാൽ നിനക്ക് നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അടുത്തൊരു കിരീടമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദാനം ചെയ്ത ജീവകിരീടം അവന് കൊടുക്കും. കൊള്ളാകുന്നവനായി തെളിയണം. നിന്റെ ജീവിതത്തിലെ കഷ്ടം മാറാത്ത എന്താണെന്നറിയാവോ? നീ ഇതുവരെ കൊള്ളാവുന്നവനായി തെളിയിക്കില്ല. ഈ കഷ്ടം എന്തിനാണെന്നറിയാം? നിന്നെ ശുദ്ധീകരിക്കുവാനാ, നിന്നെ നശിപ്പിക്കുവാനല്ല. ഒരു പാട്ടുണ്ടല്ലോ, നിന്നെ മുടിക്കുവാനോ നിന്നെ തകർക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. അട്ടങ്ങളിലും അതറിടല്ലേ കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ടാണ്, നാം ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ടാണ്. കാരണം നിന്റെ തലയിലെ
ജീവകിരീടം വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചുമ്മാ എല്ലാവരും തലയെ കൊണ്ട് കിരീടം കൊടുക്കത്തില്ല. പരീക്ഷ സഹിച്ച് അത് നല്ല കൊള്ളാകുന്നവനാ തെളിയുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. ഇവിടെ കാലുവാരിയും കൈക്കൂലി കൊടുത്തും ചില സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ നേതാക്കന്മാർ സ്ഥാനങ്ങൾക്ക് വേണ്ടി കാല് പിടിക്കും, വേണ്ടി വന്ന കാല് വാരും. എന്നാൽ അങ്ങനെ ഇവിടെ ചില കസേരകൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ സ്വർഗീയ കിരീടം ലഭിക്കണമെങ്കിൽ നീ കൊള്ളാകുന്നവനായി തെളിഞ്ഞെങ്കിലേ മതിയാകുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ ജീവകിരീടം പ്രാപിൻ കൊള്ളാകുന്നവനായി തെളിയണം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, പിശാച് ചിലരെ പരീക്ഷിക്കുവാനായിട്ട് പോകുകയാണ്. 10 ദിവസം നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. വായിച്ചോ. നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. ജീവിതത്തിൽ കഷ്ടമാണ്, ഞാൻ ഇത് കുറെ നാൾ കൊണ്ട് സഹിക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ സഹനം നിർത്തി കളയരുത്. നീ സഹിച്ചു, നിനക്കൊരു ജീവകിരീടമുണ്ട്. എനിക്ക് നീ സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് നീ പ്രശ്നം ഉണ്ടാക്കരുത്. നിന്റെ വീട്ടിൽ നീ പ്രശ്നം ഉണ്ടാക്കരുത്. നിന്റെ സഭയിൽ നീ പ്രശ്നം ഉണ്ടാക്കരുത്. ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്നത് നിനക്കൊരു കിരീടം ലഭിക്കും. വായിച്ചേ. നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. സുവിശേഷ നിമിത്തം, ദൈവനാമ നിമിത്തം, ദൈവവചന നിമിത്തം ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പരിശോധനകൾ സഹിക്കുന്ന ജീവിതമേ, നീ അതുകൊണ്ട് നിരാശപ്പെടേണ്ട. നിന്റെ തലയിൽ ദൈവം ഒരു ജീവകിരീടം വെക്കുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത്തെ കുറിച്ച് സുവിശേഷ നിമിത്തമുള്ള, അല്ലാത്ത കഷ്ടമല്ല. ഹല്ലേലൂയ. ദൈവജനത്തിനുണ്ടാകുന്ന ചില പരിശോധനകൾ നമ്മുടെ തലയിൽ ചില കിരീടങ്ങൾ വരുവാനായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയൊരു കിരീടമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കിരീടമുണ്ട്. നിങ്ങളുടെ വിചാരണയിലുള്ള ഉപദേശമാർക്കാണ് അത് പ്രധാനമായിട്ടുള്ളത്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുക. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായി ദുരാഗ്രഹത്തോടെയല്ല. എന്റെ കർത്താവേ, ഇതൊന്നും ഉപദേശിമാർ വായിക്കുന്നില്ലോ എന്നുള്ള. ഞാൻ ഈയിടെ ഒരു ഉപദേശം വിളിച്ചപ്പം ഞാൻ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാഞ്ഞെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചു. എന്താ, ഞങ്ങളുടെ സെന്ററിനെ ഒന്ന് കാണാൻ പോയതാ. എന്താ, മാറ്റത്തിന്റെ സമയമാ, അവരെ കാണേണ്ട പോലെ കണ്ടെങ്കിലേ നല്ല സ്ഥലം കൊടുക്കത്തുള്ളൂ. നല്ല സ്ഥലം കിട്ടും, ശുശ്രൂഷ വേണേ ദൈവം തരണം. ഹല്ലേലൂയ. നീ സെന്ററിനെ കാണണ്ട, ദൈവത്തെ കാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, ആരാണ് നിങ്ങളെ വേലയ്ക്ക് വിളിച്ചത്? എന്താണ് ശുശ്രൂഷ ഏൽപ്പിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിട്ടിരുന്ന് അധ്യക്ഷത ചെയ്തുകൊള്ളുവിൻ. അധ്യക്ഷത ചെയ്തുകൊണ്ട് എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സെന്ററിനെ പിടിച്ച് നല്ല സഭ കൂട്ടി അവിടെ 5-6 പൈസ കിട്ടും. പക്ഷെങ്കിൽ തേജസ്സിന്റെ വാടാത്ത കിരീടം ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി നിന്ന് നിർബന്ധത്താലല്ല, ദുരാഗ്രഹത്തോടെയല്ല, ദൈവമേൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ ഒരു വിശ്വാസിയെ ഉള്ളെങ്കിലും അതിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ,
തേജസ്സിന്റെ ഓടാത്ത കിരീടം പ്രാപിക്കാൻ പോകുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു പണ്ടപ്പച്ചന്മാർ ഇറങ്ങിയത്. ആ കിരീടങ്ങൾ പ്രാപിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും ശോഭിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്നതാണത്. ചിലരെ നീതിയിലേക്ക് നയിക്കുവാൻ, നിങ്ങളുടെ അയൽക്കാരോട്, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് രക്ഷിക്കപ്പെടാമേ, സ്നാനപ്പെടാമേ, ദൈവത്തിനനുസരിച്ച് ജീവിക്ക്, നമുക്ക് നിത്യതയിൽ പോകാമെന്ന് പറഞ്ഞ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് സുവിശേഷം പറഞ്ഞാൽ നീ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും ശോഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രാപിക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓ ഹല്ലേലൂയ. പലരെ നീതിയിലേക്ക് നയിക്കുവാനിടയായി തീരട്ടെ. ദുർമാർഗത്തിൽ നിന്ന്, അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ഹല്ലേലൂയ, ദൈവമില്ലായ്മയിൽ നിന്ന് അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെട്. സ്വർഗത്തിൽ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും ശോഭിക്കുവാൻ നമുക്കിടയാകും. ചുമ്മാ അതൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അവിടെ എന്തെങ്കിലും പ്രാപിക്കാനും പറ്റത്തില്ല. അതിന് ജീവൻ കൊടുക്കണം. കർത്താവ് പറയും, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുകയും. ഇതിന് ചില ഇടുക്കമുണ്ട്, ചില ഞെരുക്കമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ഈസി വോക്ക് അല്ല സ്വർഗത്തിൽ പോവുക എന്നുള്ളതിന്. അതിനുവേണ്ടി ജീവൻ കൊടുക്കണം. അല്ലെങ്കിൽ പൗലോസ് പറയും, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണുകയാണ്. ഇന്ന് സ്വർഗത്തിൽ പോയില്ലേലും കുഴപ്പമില്ല, അമേരിക്കയിൽ പോയാൽ മതി എന്ന ചിലരുടെ ആഗ്രഹം. അല്ല 10 കാശുണ്ടാക്കിയാൽ മതി എന്നുള്ളത്. ഹല്ലേലൂയ. ഓ, തന്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെ എന്തിനാണെന്നറിയാമോ? അവസാനത്തുള്ളി രക്തവും കാൽവരി ക്രൂശിൽ ഊറ്റി തന്നെ എന്തിനാണെന്നറിയാമോ? നമ്മെ നിത്യതയിൽ എത്തിക്കുവാനായിട്ടാണ്. അതിൽ ഇവിടെ ചിലത് തന്നിവിടെ ഇടാനുമായിട്ടല്ല, സ്വർഗത്തിൽ എത്തിക്കുവാനായിട്ടാണ് തന്റെ ഓമനകുമാരൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. ഇന്ന് രാത്രിയിൽ ആ യേശുവിനെ ആര് കൈക്കൊള്ളും? ഈ നിത്യതയുടെ അവകാശികളായി തീരുവാൻ ആർക്ക് ആഗ്രഹമുണ്ട്? എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭക്തൻ പാടിയതുപോലെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി ഓടുകയില്ല. എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത എനിക്ക് പ്രാപിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ആ ജീവകിരീടം എനിക്ക് പ്രാപിക്കണം. ആ നീതിയുടെ കിരീടം എനിക്ക് പ്രാപിക്കണം. ആ തേജസ്സിന്റെ കിരീടം എനിക്ക് പ്രാപിക്കണം. ആ കർത്താവ് പണിയുന്ന കെട്ടിടത്തിന്റെ അവകാശിയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് വന്നാൽ എത്ര പേര് ഹല്ലേലൂയ ആ കർത്താവിനോട് കൂടി എടുക്കപ്പെടുവാനിടയായി തീരും? എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പില്ലാത്തവര് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടേ കടന്നു പോകാവൂ. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശുവേ, എന്റെ പാപത്തെ ക്ഷമിക്കുമാറാകണമേ, എന്നെയും അങ്ങയുടെ പുത്രനാക്കി തീർക്കുമാറാകണമേ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുമാറാകണമെന്ന് ആര് ഹല്ലേലൂയ ഇന്ന് ആത്മാർത്ഥതയോട് വിളിച്ചു പറയുന്നു, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയില് ഹല്ലേലൂയ, ഹല്ലേലൂയ വിളിച്ചു പറ, യേശുവേ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ, എന്റെ കുറവുകളെ ക്ഷമിക്കുമാറാകണമേ, എന്നെയും അങ്ങയുടെ പുത്രനാക്കി തീർക്കുമാറാകണമേ. ഞാൻ എനിക്ക് വേണ്ടിയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ അവസാനത്തോടെ രക്തം ഒഴുക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കർത്താവെ ആ നിത്യത അവകാശമാക്കുവാൻ, ആ നിത്യ നഗരത്തിന്റെ അവകാശിയായി തീരുവാൻ, ആ കെട്ടിടത്തിന്റെ അവകാശിയായി തീരുവാൻ, രാജാക്കന്മാരായി രാജ്ഞികളായി തീരുവാൻ, ആ കിരീടങ്ങളെ പ്രാപിക്കുവാൻ, നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്ക് ശോഭിക്കുവാൻ അങ്ങയുടെ ജനത്തെ സഹായിക്കുമാറാകണമേ. നല്ല നിലത്തിൽ വീണ വിത്ത് പോലെ ഫലം കായ്പാനിടയാക്കണമേ. ഈ ലോകത്തിന്റെ ചില നേട്ടങ്ങൾക്ക്, ചില സ്ഥാനങ്ങൾക്ക്, ചില മാനങ്ങൾക്ക് വേണ്ടി ഓടുവാൻ ഇടയാകാതെ
ദൈവത്തിന്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടം പ്രാപിക്കാൻ കൊള്ളാകുന്നവനായി തെളിയുവാൻ ഓരോരുത്തരും സഹായിക്കുമാറാണമേ. പിശാചാരെ വഞ്ചിക്കുവാൻ അനുവദിക്കരുത് കർത്താവേ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളിൽ ജയമെടുക്കട്ടെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.